നമസ്കാരം. സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ധനസമ്പത്ത് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ പറയാനിരിക്കുന്ന ഒരു രഹസ്യ സംഖ്യ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു അതിശക്തമായ കുബേര സംഖ്യയെക്കുറിച്ചാണ്. 289. ഇതൊരു ധനാകർഷണ സംഖ്യയാണ്. ഈ സംഖ്യയുടെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ഗണിതശാസ്ത്രത്തെക്കുറിച്ചും അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിക്കാമെന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് കുബേര ലക്കി നമ്പർ 289? ഇതൊരു മഹത്തായ സംഖ്യയാണ്. ഈ സംഖ്യയെക്കുറിച്ച് വൈദിക ഗ്രന്ഥങ്ങളിലും ന്യൂമറോളജി ഗവേഷണങ്ങളിലും വലിയ പ്രാധാന്യമുണ്ട്. 289 എന്നത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും സംഖ്യയാണ്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ കുബേരനെ സമ്പത്തിൻ്റെ ദേവതയായി കാണുന്നു. കുബേരദേവന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈ സംഖ്യ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. സംഖ്യാശാസ്ത്രത്തിൽ 289ന്റെ പ്രാധാന്യം. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 289 എന്ന സംഖ്യയുടെ ഓരോ അക്കത്തിനും വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. 2. ഈ സംഖ്യ സന്തുലനം, ഐശ്വര്യം, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് സമാധാനവും സാമ്പത്തിക സ്ഥിരതയും കൊണ്ടുവരുന്നു. 8. ഈ സംഖ്യ സമ്പത്ത്, ബിസിനസ് വിജയം, ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് കുബേരദേവന്റെ ഇഷ്ടസംഖ്യ കൂടിയാണ്. 9. ആത്മീയത, സമൃദ്ധി, പൂർണ്ണത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു. 289 ഇവ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു വിപുലമായ ധനാകർഷണ സംഖ്യയായി മാറുന്നു. നിത്യജീവിതത്തിൽ ഈ സംഖ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം? മന്ത്രജപം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യമേ ദേഹി മീഹി ധൂപയ സ്വാഹ എന്ന കുബേരമന്ത്രം 289 തവണ ആവർത്തിക്കുക. ഇത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുന്നു. 289 നമ്പർ നിങ്ങളുടെ പേഴ്സിലോ അലമാരയിലോ ഒരു ചെറിയ പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. വീട്ടിലോ ഓഫീസിലോ കടയിലോ ഈ നമ്പർ ദൃശ്യമാകുന്ന രീതിയിൽ എഴുതി വയ്ക്കുക. ബിസിനസ്, മറ്റ് ധനകാര്യ ഇടപാടുകളിലും ഈ നമ്പർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ, വാഹന നമ്പർ, ലോട്ടറി ടിക്കറ്റ് എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സംഖ്യ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. 289 എന്നീ തീയതികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ തിരഞ്ഞെടുക്കുന്നതും ഉത്തമമാണ്. കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സാമ്പത്തിക ആഗ്രഹം ഒരു പേപ്പറിൽ 289 തവണ എഴുതി പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. ഇതിനായി ബുധനാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ കുബേര ഭാഗ്യസംഖ്യ 289 കുറിച്ചാണ് സംസാരിച്ചത്. ഈ സംഖ്യ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. സ്പിരിച്വൽ ജേണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.